കെ സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിനെ, പലയിടങ്ങളിൽ വലിയ ക്യൂ കാണുന്നുണ്ട്. വളരെ ശക്തമായി തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നു. സ്റ്റെഫിൻ എവിടെയാണുള്ളത്? എങ്ങനെയാണ് അവിടുത്തെ പോളിംഗ്? വേഗത്തിൽ പോകുന്നുണ്ടോ അതോ എന്തെങ്കിലും ഒരു കാലതാമസമുണ്ടോ? ദിവിഷ്, രാവിലെ മുതൽ തന്നെ ശക്തമായ പോളിംഗ് ആണ് ഇവിടെ സുൽത്താൻപേട്ട LP സ്കൂളിലുള്ളത്. ഏതാണ്ട് 400 ചില്ലാനം വോട്ട് മാത്രമേ ഈ ബൂത്തിലുള്ളൂ. പക്ഷേ ഈ ബൂത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BJP ജില്ലാ പ്രസിഡന്റായിട്ടുള്ള KM ഹരിദാസൻ വോട്ട് ചെയ്യുന്ന ഇവിടെയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു അതിഗുരുതരമായ ആരോപണം നിലനിൽക്കുകയാണ്. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പട്ടാമ്പിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിന് അവിടെയും വോട്ടുണ്ട് എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി അടക്കം മുൻപ് പറഞ്ഞത്. എന്നാൽ അത് മാറ്റേണ്ടത് താനല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അത് മാറ്റേണ്ടത് എന്നുള്ളതായിരുന്നു BJP ജില്ലാ പ്രസിഡന്റിൻ്റെ മറുപടി. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഏതാണ്ട് കുറച്ച് നാളുകളായി, വർഷങ്ങളായി BJP ജില്ലാ പ്രസിഡന്റ് ആയത് മുതൽ തന്നെ അദ്ദേഹം താമസിക്കുന്ന പാലക്കാടാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് ഇങ്ങോട്ട് മാറ്റിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇതുവരെ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. 430ഓളം പേര് മാത്രമേ ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് ആകെയുള്ളൂ. അതിൽ 417ാമത്തെ വോട്ടറാണ് KM ഹരിദാസൻ. അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തെ തടയും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നേരത്തെ CPM കോൺഗ്രസും ഒക്കെ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഏത് രീതിയിൽ അതിന് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിന് തൊട്ടടുത്താണ് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ഇവിടെ നിന്നും ഒരു കെട്ടിടം അപ്പുറം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒരുപക്ഷെ കാണാൻ കഴിയും. BJP ജില്ലാ പ്രസിഡന്റിൻ്റെ ഓഫീസ്, BJPയുടെ ജില്ലാ ആസ്ഥാനം കാണുന്നതാണ്. അവിടുന്ന് അദ്ദേഹത്തിന് നടന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെ എന്തായാലും എത്തിയിട്ടില്ല. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പല വാർഡുകളിലും ബൂത്തുകളിലും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രശ്നസാധ്യത പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ കാര്യമായ തിരക്കൊന്നും തന്നെ ഇരട്ട വോട്ടൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായി ആ കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയാണല്ലോ കഴിഞ്ഞ ദിവസം കളക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കാത്ത സാഹചര്യത്തിൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം, എന്തെങ്കിലും ഒരു ഈ ജയവുമായി ബന്ധപ്പെട്ട എന്താ ആരോപണങ്ങൾ വന്നാൽ അത് പിന്നെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുകയല്ലോ. അപ്പോൾ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഈ ഇരട്ട വോട്ടുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക? ഇനി എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായാൽ അവർക്ക് ഏതായാലും വോട്ട് ചെയ്യാനുള്ള ഒരു അനുമതി ഉണ്ടാകും. അതായത് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അനുമതി നൽകുമെന്നുള്ളതാണ്. അത് പിന്നീട് ചലഞ്ച് ചെയ്യപ്പെടും. അത് ഒരുപക്ഷെ കോടതിയിലോ അങ്ങനെയൊക്കെ ചലഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. അത്തരത്തിൽ നിയമവശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് CPM കോൺഗ്രസും ഒക്കെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏതായാലും നിലവിൽ ഇതുവരെ ഈ ഇരട്ടവോട്ടുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉയർന്നിട്ടില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. പക്ഷേ ഹരിദാസ് ഒരുപക്ഷെ ഇങ്ങോട്ട് വന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മറ്റ് പാർട്ടികളുടെ സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായി തന്നെ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇനി അതിനൊക്കെ ഉള്ള കാത്തിരിപ്പാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആ പ്രശ്നം അവർ പരിഹരിക്കും? ഒരു പക്ഷേ മറ്റ് പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ഒക്കെ വന്ന് അതിനെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ഇരട്ട വോട്ട് ആരോപണം നേരിടുന്നവരൊക്കെ അവിടെ വോട്ട് ചെയ്തിട്ടുള്ളവരാണോ പാലക്കാട് മണ്ഡലത്തിൽ, അതോ മുൻ മണ്ഡലങ്ങളിലാണോ? സ്റ്റെഫിന് കേൾക്കാൻ കഴിയില്ല, ഫോൺ കട്ടായി എന്നാണ് മനസ്സിലായത്. ഹരിക്കാര തെരുവിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ തിരക്ക് എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. പോളിംഗ് ശതമാനത്തെക്കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിരുന്നു 8:13 ഔദ്യോഗിക കണക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്നത്. അതിലാണ് 6.34% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നുള്ളത്. 8:27 കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടായിരുന്നു നമ്മുടെ സ്ക്രീനിൽ അനൗദ്യോഗികമായ കണക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ച് കാണിക്കുന്നത് 7.2%. 7.5% പാലക്കാട്ട് നഗരസഭാ പരിധിയിലും, പിരായിരി പഞ്ചായത്തിൽ 7.1%, മാത്തൂരിൽ 6.6%, കണ്ണാടി പഞ്ചായത്തിൽ 7.2% പേരും വോട്ട് രേഖപ്പെടുത്തി എന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ ഔദ്യോഗികമായി 8:13 6.34% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് കണക്ക്. ശരി, സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ ഇരട്ട വോട്ട് ആരോപണമുള്ളവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയായിരുന്നു വോട്ട് ചെയ്തത്? അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടോ? ഇനി വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ അതോ മാറി നിൽക്കുകയാണോ? എന്താ BJPയുടെ ഭാഗത്തു നിന്ന് അറിയുന്നത്? ഏതായാലും മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി എന്താണ് BJP ജില്ലാ പ്രസിഡന്റ് ഉടൻ തന്നെ എത്തുമോ, അല്ലെങ്കിൽ നേരം ഒരു 8:30 ആയി വരുന്നതല്ലേ ഉള്ളൂ.
അല്പസമയത്തിനകം ഒരുപക്ഷെ ഒരു 10 മണിയോടുകൂടിയൊക്കെ അദ്ദേഹം ഒരുപക്ഷെ വോട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. ഈ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല ഉത്തരവാദിത്തങ്ങൾ ഈ രാവിലെ സമയത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എത്താം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും മനസ്സിലിരിപ്പ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടത്. രതീഷ്.